ചുരുക്കി പറഞ്ഞ നിന്റെ തലയ്ക്കും ഇതേ ഇപ്പൊ ഗുളികനാണല്ലോ ദിവ്യേ. നീ വിചാരിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്ക് വരാൻ പോകുന്നത് 8ന്റെ പണിയാണ് താനും. അഖിലയും ആകാശം തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചപ്പോ നീ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ? അണിഞ്ഞു നടക്കാൻ 60 പവൻ സ്വർണം, അടിമപ്പണി ചെയ്യിക്കാൻ അഖില, ഒക്കെ കഴിഞ്ഞു. ആന്റി, എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ ആന്റിയെ കാണാൻ വന്നത്. എന്തേലും വഴിയുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയേ. അഖില വരുമ്പോ കിട്ടുമെന്ന് പറഞ്ഞ സ്വർണം ഇപ്പോഴും പഞ്ചരത്നത്തിൽ. ആകാശ് വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുന്നതോടെ നിന്റെ ബാക്കി പ്ലാനും തെറ്റും. ഇനി നിനക്കവളെ തൊടാൻ പോലും പറ്റില്ല. അവര് വാടകയ്ക്കെടുത്ത വീടിന്റെ പടി ചവിട്ടിയാ ആകാശ് നിന്റെ കാല് തല്ലി ഒടിക്കും. അവൾ അവിടുന്ന് പോവരുത് ആന്റി, അതിനൊരു വഴി പറഞ്ഞതാ. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വീട് വാടകയ്ക്ക് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂ? ആകാശിന് ജോലിയുണ്ട്, വരുമാനവും ഉണ്ട്. അവർക്ക് താമസം മാറാൻ എന്താ തടസ്സം? അവര് വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥനോട് വീട് കൊടുക്കരുതെന്ന് പറയാം. പിന്നെ എങ്ങനെ മാറും? എത്ര വീട്ടുകാരോട് പറയും? ഒരാളോട് പറയാം, അപ്പൊ അവർ അടുത്ത വീട് നോക്കും. ശരി, അയാളോടും പറയാം, അപ്പൊ മറ്റൊരു വീട്. അത് മാത്രമല്ല, എന്ത് കാരണം പറഞ്ഞാ വീട് കൊടുക്കരുതെന്ന് പറയുന്നത്? അതാ, തൊഴിലും വരുമാനം ഉള്ളൊരു ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യയുടെ കൂടെ താമസിക്കാൻ വരുമ്പോ ആരാ വീട് കൊടുക്കാതിരിക്കുന്നത്? ആന്റി, എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. അഖില പോയാ എനിക്കതൊരു വലിയ പരാജയ. അത് സത്യം. ഇതുവരെ വീട്ടിലെ പോര് അമ്മയും ഇവളും തമ്മിലായിരുന്നു. അഖില വന്ന് കയറിയതോടെ അഖിലയെ അമ്മയ്ക്ക് ഇരയായി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രീ ആയതായിരുന്നു ഇവള്. ഇനിയിപ്പോ അഖില പോയാ പിന്നെയും ഇവളാവും അമ്മയുടെ ശത്രു. വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചെയ്തു കാണിച്ചു തരാം. എന്ത് വഴി? അതൊക്കെ എനിക്ക് വിട്. പക്ഷെ മോളെ ദിവ്യേ, നിനക്കൊരു സ്വഭാവമുണ്ട്. കാര്യം കണ്ടു കഴിയുമ്പോ സഹായിക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം. ശരിയാ. ഒരിക്കൽ നീ അതെന്നോട് കാണിച്ചതാ. അമൃതയെ പറ്റിച്ച് ഞാൻ കൈക്കലാക്കിയ ഡോക്യുമെന്റ്സ് നീ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി. അത് ആന്റി, പിന്നെ ഞാൻ കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണ്ട. ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, ഇത്തവണ അത് ആവർത്തിക്കരുത്. ഇല്ല, കാര്യം നടന്ന ആന്റി പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം. ശരി, അപ്പൊ സമാധാനമായിട്ട് പൊയ്ക്കോ. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഞാൻ വിളിക്കാം. അംബികമാവിക്ക് കുറച്ച് വട്ടുണ്ടോന്നാ എന്റെ സംശയം. ആരെങ്കിലും പറയുന്ന കാര്യമാണോ ഇതൊക്കെ? സാധാരണ ഒരാളാണെങ്കിൽ ഡോക്ടർമാര് ടെസ്റ്റിന് എഴുതുമ്പോ അത് ഒഴിവാക്കാൻ പറ്റുമെന്നാ നോക്ക്. ഇതിപ്പോ ടെസ്റ്റ് വേണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടും അത് പറ്റില്ല, ഫുൾ ബോഡി ടെസ്റ്റ് വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. അംബിക പണ്ടേ അങ്ങനെ എല്ലാവരും ചെയ്യുന്നതിന് എതിര് ചെയ്ത് ശീലിച്ചു പോയതാണ്. എനിക്കതല്ല പേടി. ആക്രാന്തം മൂത്ത് ടെസ്റ്റൊക്കെ ചെയ്തിട്ടെ അവസാനം ബില്ല് വരുമ്പോ കാശില്ലാന്ന് പറഞ്ഞാ ഞാനാ പെട്ടുപോകുന്നെ. എന്റെ പരിചയത്തിലുള്ള അഡ്മിഷൻ ആയതുകൊണ്ട് അഡ്വാൻസ് പോലും വാങ്ങിയിട്ടില്ല. അതോർത്ത് മോള് വിഷമിക്കണ്ട. കാശ് സഹദേവന്റെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ സുമേഷിന്റെ കയ്യിലുണ്ടാവും. സഹദേവൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും അമ്മയെ കൈവിട്ട് കളയാൻ സുമേഷിന് പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, അവര് വീണ് തല പൊട്ടിയെന്ന് പറഞ്ഞ് അമൃതമോൾ എന്തിനാ ആശുപത്രിയിൽ കൂട്ടിയിരിക്കുന്നത്? ആ ദിവ്യപ്രഭയ്ക്ക് എന്താ പണി? കൊള്ളാം, അതിനൊന്നും ദിവ്യപ്രഭ കിട്ടില്ല. അവൾക്ക് അവളുടെ കാര്യം, അതിനപ്പുറം ഒന്നുമില്ല. അവിടെ മാമിയെ നോക്കാൻ അഖില മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അമൃതേച്ചി കൂട്ടുനിൽക്കുന്നതേ അംബിക മാമിക്കല്ല, അഖിലയ്ക്ക. അച്ഛാ, ഞാൻ പറയാതിരുന്നത് അതാ. അഖിലയുടെ ആ വീട്ടിലെ അവസ്ഥ കുറച്ച് കഷ്ടമാ. മാമിയും ദിവ്യപ്രഭയും കൂടി മത്സരിച്ച ഉപദ്രവം. ആ വീട്ടിൽ അവക്ക് സമാധാനത്തോടെ താമസിക്കാൻ പറ്റില്ല അച്ഛാ. എന്താ മോളെ ചെയ്യുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ സംഗതി വഷളാവും. ആള് അഖിലയാ. സഹികെട്ട് കഴിയുമ്പോ അവൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.